വരെ പോയിൻ്റെ ഒരു അപ്കമിങ് എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വർഷ ഡബ്ബിങ്ങിനായി പുറത്തേക്ക് പോകാൻ നിൽക്കുന്ന സമയത്ത് രവി പറയുന്നുണ്ട്, മോളെ നിൽക്ക്, എനിക്ക് നിങ്ങളോട് എല്ലാവരോടുമായി ഒരു കാര്യം പറയാനുണ്ട്. എവിടെ സച്ചിയും നമ്മുടെ ശ്രുതിയൊക്കെ എവിടെ? എല്ലാവരോടും ഇങ്ങോട്ട് വരാൻ പറയുന്നു. അങ്ങനെ സച്ചി, ശ്രുതി എന്നൊക്കെ വിളിക്കുന്നുണ്ട്. എല്ലാവരും ഹാളിലേക്ക് വരുന്നുണ്ട്. എന്താ വെച്ചാന്ന് സച്ചി ചോദിക്കുന്നുണ്ട്. അതെ, എനിക്ക് നിങ്ങളോടൊരു അഭിപ്രായം ചോദിക്കാനുണ്ട്. അമ്മേ, ഇനി പറയാലേ എന്നിങ്ങനെ അമ്മയുടെ മുഖത്ത് നോക്കിക്കൊണ്ട് രവി ചോദിക്കുന്നുണ്ട്. ആ പറഞ്ഞോ, നീ സംസാരിക്കട മോനെ എന്നിങ്ങനെ അമ്മയും പറയുന്നുണ്ട്. ഞാൻ ഈ വീട് വെക്കുന്ന സമയത്ത് നിങ്ങൾ 3 പേരും കുട്ടികളായിരുന്നല്ലോ. ഞാനത്ര ആലോചിച്ചില്ല. നമുക്കിവിടെ 3 റൂമല്ലേ ഉള്ളൂ. ഇപ്പം നിങ്ങളെല്ലാം വലുതായി, വിവാഹിതരായി, നിങ്ങൾക്ക് ഓരോ കുടുംബങ്ങളായി. നിങ്ങൾക്ക് എല്ലാവർക്കും ഓരോ റൂം ആവശ്യമാണ്. ഇപ്പോൾ ഇവിടെ ഒരു റൂമിൻ്റെ കുറവുണ്ട്. അതിന് പകരം നമുക്ക് ഇതിന് മുകളിലായി, ഈ വീടിന് മുകളിലായി റൂം അങ്ങ് പണിതാലോ? എന്താ നിങ്ങളുടെ അഭിപ്രായം എന്ന് ചോദിക്കുന്നുണ്ട്. എല്ലാവരും കുറച്ച് സമയത്തേക്ക് ഒന്നും മിണ്ടാതെ നിൽക്കുന്നുണ്ട്. പെട്ടെന്നാണ് നമ്മുടെ ശ്രുതി പറയുന്നത്, അച്ഛാ മുകളിലത്തെ റൂം ആർക്കാണ് അച്ഛാ? ഇത് കേട്ടിട്ട് സച്ചി കളിയാക്കുന്നുണ്ട്. എടാ, മുകളിലെ റൂം പണിയണം എന്നൊരു സൂചനയെ കിട്ടിയിട്ടുള്ളൂ, അപ്പോഴേക്കും നീ അവകാശം പറയുകയാണോ എന്ന് ചോദിക്കുന്നുണ്ട്. പിന്നെ രവി പറയുന്നുണ്ട്, അല്ല നിങ്ങളുടെ അഭിപ്രായമൊന്നും പറഞ്ഞില്ല. അങ്ങനെ നമ്മുടെ ശ്രുതി പറയുന്നുണ്ട്, ആ സച്ച എടുക്കുകയാണെങ്കിൽ ഒരു അറ്റാച്ച്ഡ് റൂം തന്നെ എടുക്കണം കേട്ടോ. അപ്പോഴാണ് വർഷ പറയുന്നത്, അച്ഛാ ഒരു റൂമായിട്ട് മാത്രം എന്തിനാണ് എടുക്കുന്നത്? മുകളിലെ ഒരു നില തന്നെ എടുക്കാം. ഒരു ഹാള്, ഒരു അറ്റാച്ച്ഡ് ബാത്റൂം ഒക്കെയുള്ള ഒരു റൂം, അങ്ങനെയൊക്കെ ആയിട്ട് മുകളിൽ റൂം തന്നെ എടുക്കാം അച്ഛാ എന്ന് പറയുന്നു. എന്നാൽ രേവതി പറയുന്നുണ്ട്, അച്ഛാ അത്ര ചിലവൊന്നും വേണ്ട, ചെറിയൊരു അധികം ചിലവില്ലാത്ത ഒരു റൂം അത്ര മാത്രം മതി അച്ഛാ എന്ന് രേവതി പറയുന്നുണ്ട്. വീണ്ടും വർഷ പറയുന്നുണ്ട്, അച്ഛാ കാശില്ലാന്നുണ്ടെങ്കിൽ നമുക്ക് എൻ്റെ അമ്മ തരും കാശെന്ന് പറയുന്നുണ്ട്. അപ്പോൾ തന്നെ രവി പറയുന്നുണ്ട്, മോളെ അത് മോശമല്ലേ? അങ്ങനെ നിങ്ങൾക്ക് 2 പേർക്കുമായി ഒരു വീട് വെച്ച് തരാമെന്ന് അവർ പറയുന്നതിൽ കുറച്ച് കാര്യമുണ്ട്. പക്ഷേ ഞങ്ങളെല്ലാവരും താമസിക്കുന്ന ഒരു വീട്ടിൽ നിൻ്റെ വീട്ടുകാർ കാശ് ചിലവഴിക്കുക എന്ന് പറയുന്നത് അത് ഞങ്ങൾക്ക് മോശമുള്ള കാര്യമാണ്. എന്തായാലും ഇതിനുള്ള കാശ് എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ അതെവിടാണെന്നാണ് അച്ഛാ കാശെന്ന് ചച്ചി ചോദിക്കുന്നുണ്ട്. ഉടനെ രവി പറയുന്നുണ്ട്, എൻ്റെ പെൻഷൻ കിട്ടിയ ക്യാഷാണ്, അത് ഞാൻ ഇതിനു വേണ്ടി ചിലവഴിച്ചോളാം, നിങ്ങളാരും വിഷമിക്കേണ്ടെന്ന് പറയുന്നു. പക്ഷേ സച്ചിയും രേവതിയും സമ്മതിക്കുന്നില്ല. അത് ശരിയല്ല അച്ഛാ, അച്ഛന് കിട്ടുന്ന പെൻഷൻ പൈസ ഉപയോഗിച്ച് വീട്ടിൽ ചിലവിന് തന്നെ അച്ഛൻ തരുന്നുണ്ട്, വീണ്ടും വീട് പണിക്ക് ഉപയോഗിക്കുക എന്ന് പറയുന്നത് അത് ശരിയല്ല എന്നിങ്ങനെ പറയുമ്പോൾ അച്ചമ്മ പറയുന്നുണ്ട്, ആ ശരി, മക്കളുടെ അഭിപ്രായം അതാണെങ്കിൽ രവി തൽക്കാലം നമുക്ക് ഇതിവിടെ വെച്ചങ്ങ് അവസാനിപ്പിക്കാം, നമുക്ക് പിന്നീട് റൂമിൻ്റെ കാര്യം ആലോചിക്കാം. എന്തായാലും ഞാൻ ഇതിനൊരു പോംവഴി കാണട്ടെ എന്ന് പറയുന്നുണ്ട്. ഉടനെ രവി പറയുന്നുണ്ട്, അല്ല അമ്മേ, ഈ സച്ചിയും രേവതിയും ഇന്നും ഇങ്ങനെ തട്ടിൽ മുകളിൽ ഈ മഞ്ഞും കാറ്റും മഴയും ഒക്കെ ഉണ്ടാകുമ്പോൾ ഇതെല്ലാം കൊണ്ട് ഇങ്ങനെ കിടക്കുക എന്ന് പറയുമ്പോൾ ബുദ്ധിമുട്ടുള്ള കാര്യമല്ലേ അമ്മേ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. ഇത് കേട്ട് നമ്മുടെ അച്ചമ്മ പറയുന്നുണ്ട്, അത് തന്നെയാണ് രവി ഞാൻ പറയുന്നത്, ഇതിനൊരു പോംവഴി ഞാൻ കണ്ടിട്ടുണ്ട്, എന്താണെന്ന് രവി ചോദിക്കുന്നുണ്ട്. എന്തായാലും ഒരു റൂമിൽ നിങ്ങൾ കിടക്കുന്നുണ്ട്, ബാക്കി 2 റൂമുണ്ടല്ലോ, ഓരോ ആഴ്ച ഇങ്ങനെ റൂമിൽ മാറി മാറി ഓരോ ഫാമിലി ആയിട്ട് താമസിക്കുക. ഇത് കേട്ട് നമ്മുടെ ശ്രുതിക്കും ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല. അവർ ദേഷ്യത്തോടെ ഇങ്ങനെ അന്തം വിട്ട് നോക്കുന്നുണ്ട് അച്ചമ്മയെ. അച്ചമ്മ നമ്മുടെ ശ്രീകാന്തിനോട് ചോദിക്കുന്നുണ്ട്, എന്താ ശ്രീകാന്ത്, ഞാൻ പറഞ്ഞതിൽ കാര്യമില്ലേ? അപ്പോൾ ശ്രീകാന്ത് വർഷയുടെ മുഖത്തേക്കൊന്ന് നോക്കിയിട്ട്, അതിനെന്താ അച്ചമ്മേ, എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് പറയുന്നുണ്ട്. അപ്പം അച്ചമ്മ പറയുന്നുണ്ട്, ശരി എങ്കിൽ ഇന്ന് മുതൽ തന്നെ ഈ നിയമം ഇവിടെ നടപ്പിലാക്കാൻ പോവുകയാണ് ഞാൻ. ഇന്ന് ശ്രുതിയും തട്ടിൻ മുകളിൽ കിടക്കണം. നമ്മുടെ സച്ചിൻ രേവതിയും ഇന്ന് അവരുടെ റൂമിൽ കിടക്കട്ടെ. ഇത് കേട്ട് നമ്മുടെ ചന്ദ്രയ്ക്ക് തീരെ പിടിക്കുന്നില്ല. ചന്ദ്ര പറയുന്നുണ്ട്, എന്താ അമ്മ ഈ പറയുന്നത്? ഇവരൊക്കെ വലിയ വീട്ടിലെ കുട്ടികളല്ലേ, ഇവരൊക്കെ ഇങ്ങനെ ടെറസിലൊക്കെ പോയി കിടക്കുക എന്ന് പറയുന്നത് മോശമല്ലേ അമ്മേ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. അതും അച്ചമ്മയ്ക്ക് തീരെ ഇഷ്ടപ്പെടുന്നില്ല. അതെന്താ ചന്ദ്രേ, കാശുള്ള വീട്ടിലെ കുട്ടി കാശില്ലാത്ത വീട്ടിലെ കുട്ടി എന്നൊക്കെ ഒരു വേർതിരിവ് ഇവിടെ അങ്ങനെയൊന്നുമില്ല. കെട്ടിക്കൊണ്ടുവന്ന പെൺകുട്ടികൾ എല്ലാവരും ഇവിടെ വന്നാൽ ഒരുപോലെയാണ്. അതുകൊണ്ട് രേവതി ഇതിനോടെല്ലാം പൊരുത്തപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റ് 2 മരുമക്കളും എല്ലാ സാഹചര്യത്തോടും പൊരുത്തപ്പെടണം, അതിനു വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് പറയുന്നുണ്ട്. എന്നാൽ ഇത് ശ്രുതിക്കും തീരെ ഇഷ്ടപ്പെട്ടില്ല. അവരുടെ റൂം ഒഴിഞ്ഞു കൊടുക്കാൻ അവർക്ക് തീരെ ഇഷ്ടമല്ല. ദേഷ്യത്തിൽ ഇങ്ങനെ സച്ചിയുടെയും രേവതിയുടെ മുഖത്തേക്ക് നോക്കുന്നുണ്ട്.
രേവതി കിച്ചണിൽ നിൽക്കുന്ന സമയത്ത് അച്ചമ്മ അങ്ങോട്ട് ചെല്ലുന്നുണ്ട്. അച്ചമ്മയെ കണ്ടതും രേവതി ചോദിക്കുന്നുണ്ട്, അച്ചമ്മ എന്താ വേണ്ടത്, ചായ വേണോ? ഇത് കേട്ട് അച്ചമ്മ പറയുന്നുണ്ട്, ഏയ് വേണ്ട മോളെ, ഞാൻ വെറുതെ നിന്നെ കാണാനൊന്നും ഇങ്ങോട്ട് വന്നതാ. ഉടനെ തന്നെ അച്ചമ്മ വീണ്ടും പറയുന്നുണ്ട്, മോളെ നീ എന്തിനാ ഇങ്ങനെ തനിയെ ജോലി ചെയ്യുന്നത്, ഇവിടെ വേറെയും 2 മരുമക്കളുണ്ടല്ലോ. ഇത് കേട്ട് രേവതി പറയുന്നുണ്ട്, ഏയ് അതൊന്നും കുഴപ്പമില്ല അച്ചമ്മേ, ഞാനിത് വന്ന നാൾ മുതൽ ചെയ്യുന്നതല്ലേ, എനിക്കതൊന്നും ഒരു പ്രശ്നമുള്ള കാര്യമല്ല. അച്ചമ്മേ ഇത് വേണ്ടായിരുന്നു. അപ്പം അച്ചമ്മ പറയുന്നുണ്ട്, ഏത് വേണ്ടായിരുന്നു എന്നാ നീ പറയുന്നത്? അല്ല, ഞങ്ങൾക്ക് തനിയെ ഒരു റൂം അതിൻ്റെ ആവശ്യമില്ലായിരുന്നു. അവർക്കൊക്കെ അത് വിഷമമായിട്ടുണ്ടാവും. അവരെല്ലാം വലിയ വീട്ടിലെ കുട്ടികളല്ലേ അച്ചമ്മേ. അവരൊക്കെ നല്ല നല്ല ബെഡിലും റൂമിലും ഒക്കെ ഉറങ്ങിയിട്ടുള്ള ആളുകളാണ്. ഞാനാണെങ്കിൽ ഹാളിലായാലും ഉറങ്ങി ശീലമുണ്ട്. എനിക്കതൊന്നും ഒരു പ്രശ്നമുള്ള കാര്യമല്ല. പക്ഷേ അവർക്കൊക്കെ ഇതൊരു ബുദ്ധിമുട്ടായിരിക്കും. ഇത് കേട്ട് അച്ചമ്മ പറയുന്നുണ്ട്, ആ എനിക്കറിയായിരുന്നു നീ ഇത് തന്നെ പറയുന്നുള്ളത്. പക്ഷേ എനിക്കങ്ങനെയല്ല. നീ താഴെയും മുകളിൽ അവനുമായിട്ട് അങ്ങനെ ഉറങ്ങിയാൽ മതിയോ? അവൻ തട്ടിൻ മുകളിലും നീ ഹാളിലും. ഇങ്ങനെയാണോടി കഴിയേണ്ടത്? അതിനെന്താ അച്ചമ്മയെ കുഴപ്പം? അതിന് പ്രശ്നമൊന്നുമില്ലെന്ന് രേവതി പറയുന്നുണ്ട്. ഉടനെ തന്നെ അച്ചമ്മ ചോദിക്കുന്നുണ്ട്, എടി നീ ഹാളിലും അവൻ ടെറസിലും കിടന്നാൽ നിങ്ങൾക്ക് എങ്ങനെയാടി കുട്ടികളുണ്ടാവുന്നത്? എന്താ നീ എന്താ കുന്തി ദേവിയാണോ ഇങ്ങനെ നിന്നെ കാണുമ്പോഴേക്കും കുട്ടി പിറക്കാൻ എന്ന് പറയുമ്പോൾ നമ്മുടെ രേവതി നാണത്തോടെ ചിരിക്കുന്നുണ്ട് കേട്ടോ. അച്ചമ്മേ ഒന്ന് പോ അച്ചമ്മേ, അതിനാണോ ഇപ്പോൾ പ്രശ്നം, ഇതാണോ ഇപ്പോൾ പ്രശ്നം എന്ന് ചോദിക്കുന്നുണ്ട്. ഇത് കേട്ട അച്ചമ്മ പറയുന്നുണ്ട്, അതെ അതൊരു പ്രശ്നം തന്നെയാണ്. ഇതാ നിന്നെ വിവാഹം കഴിച്ച് ഇപ്പോഴാ ആ സച്ചി ഒന്ന് ഒരു മയത്തിൽ വരുന്നത്. നീ പറയുന്നതൊക്കെ ഇപ്പം അവൻ അനുസരിക്കുന്നുണ്ടല്ലോ. ഇനി പെട്ടെന്ന് തന്നെ നിങ്ങൾക്കൊരു കുഞ്ഞുണ്ടാവണം. അല്ല രേവതി, എങ്ങനെയാ വർഷയും ശ്രുതിയൊക്കെ നിന്നോടുള്ള പെരുമാറ്റം അതെങ്ങനെയാന്ന് ചോദിക്കുന്നുണ്ട് അച്ചമ്മ. ഉടനെ തന്നെ രേവതി പറയുന്നുണ്ട്, അത് വർഷ എന്നെ ഒരു ചേച്ചിയെ പോലെയാണ് കാണുന്നത്. പക്ഷേ ശ്രുതി ഉണ്ടല്ലോ, അവൾ എന്നെ എങ്ങനെയാണ് കാണുന്നത് എനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല അച്ചമ്മേ. ഓരോ ദിവസം ഓരോ സ്വഭാവമായിരിക്കും അവൾക്ക്. ഇത് കേട്ട് അച്ചമ്മ പറയുന്നുണ്ട്, ശരി ശരി. പിന്നെ നിൻ്റെ അമ്മായിമ്മയോടായാലും ശ്രുതിയോടായാലും അവരിങ്ങോട്ടെങ്ങനെ നിൽക്കുന്നോ അതുപോലെ തന്നെ നീ തിരിച്ചു നിന്നാൽ മതി. എല്ലാവരോടും സ്നേഹം വേണം, വേണ്ടെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ ഒരു അമ്മായിയമ്മ നിന്നോട് നിൽക്കേണ്ട സ്ഥാനത്താണോ അവൾ നിന്നോട് പെരുമാറുന്നത്? അല്ലല്ലോ. അപ്പോൾ അവളുടെ സ്വഭാവത്തിനനുസരിച്ച് നീ തിരിച്ച് എതിർത്തു നിൽക്കുന്നത് നിൻ്റെ ആരോഗ്യത്തിന് നല്ലതാ. ഞാൻ പറയുന്നത് നിനക്ക് മനസ്സിലാവുന്നുണ്ടോ മോളെ എന്ന് ചോദിക്കുമ്പോൾ രേവതി തലയാട്ടുന്നുണ്ട്. ശ്രുതിയും ശ്രുതിയും പുതിയൊരു ഷോപ്പ് തുടങ്ങാനുള്ള പ്ലാൻ ഉണ്ട്. ശ്രുതിയുടെ കൂട്ടുകാരിയോട് ശ്രുതി പറയുന്നുണ്ട്, എങ്ങനെയുണ്ടടി ഞങ്ങളുടെ ഷോപ്പ്? ഇത് കേട്ട് നമ്മുടെ ശ്രുതിയുടെ ഫ്രണ്ട് പറയുന്നുണ്ട്, എന്താ നിൻ്റെ ഒരു അഹങ്കാരം? ആ ശ്രുതിയുടെ അച്ഛൻ്റെ കയ്യിൽ ചേരേണ്ടപ്പോൾ ക്യാഷല്ലേ നിൻ്റെ അച്ഛൻ്റെ ക്യാഷാണെന്നും പറഞ്ഞ് കൊടുത്തിരിക്കുന്നത്. ഇത് ആ കാശ് കൊണ്ടല്ലേ ഈ കട തുടങ്ങുന്നത്. എന്തിനാടി ആ പാവത്തിനെ ഇങ്ങനെ പറ്റിക്കുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. ഇത് കേട്ട് ശ്രുതി പറയുന്നുണ്ട്, നീ ഇപ്പം എന്താ പറഞ്ഞു വരുന്നത്? ആ ക്യാഷ് ഞാൻ അച്ഛന് കൊണ്ട് കൊടുക്കണമെന്നാണോ? ഇത് കേട്ട് ഫ്രണ്ട് പറയുന്നുണ്ട്, ഏയ് അതല്ല ഞാൻ പറഞ്ഞത്. നിന്റെ പാസ്റ്റിനെക്കുറിച്ച് ആ ശ്രുതി അറിയുന്ന നിമിഷം നിന്നെ അവൻ തള്ളി പറയില്ലേ? ഇത് കേട്ട് ശ്രുതി പറയുന്നുണ്ട്, ഏയ് അങ്ങനെ തള്ളി പറയാതിരിക്കാൻ വേണ്ടിയിട്ടാ ഞാനിപ്പോൾ അവനെ സപ്പോർട്ട് ചെയ്ത് അവൻ്റെ ഒപ്പം ഞാൻ നിൽക്കുന്നത്. അതുകൊണ്ട് പിന്നീട് അവൻ ഒരിക്കലും എന്നെ തള്ളി പറയില്ല, അതാണ് എൻ്റെ വിശ്വാസം എന്ന് പറയുന്നുണ്ട്. അങ്ങനെ രാത്രിയാവുന്ന സമയത്ത് നമ്മുടെ ശ്രുതി ബെഡിൽ നിന്നും എഴുന്നേൽക്കുന്നേയില്ല. ഇത് കണ്ട് ശ്രുതി പറയുന്നുണ്ട്, എന്താ ശ്രുതി ഇത്, എഴുന്നേറ്റിട്ട് വാ, ഇന്ന് നമ്മൾ ടെറസിലല്ലേ കിടക്കേണ്ടത്? ഇത് കേട്ട് ശ്രുതി പറയുന്നുണ്ട്, ഏയ് എനിക്ക് തറയിലൊന്നും കിടന്നിട്ട് ശീലമില്ലടി, ഞാൻ ഇവിടെ തന്നെ എവിടെയെങ്കിലും ഒന്ന് കിടന്നോളാം. ഇത് കേട്ട് ശ്രുതി പറയുന്നുണ്ട്, എന്താ ശ്രുതി ഇത്, ഇന്ന് അച്ഛനും അച്ഛമ്മയും എല്ലാവരും പ്രത്യേകം പറഞ്ഞതല്ലേ അവിടെ കിടക്കണമെന്ന്, നീ ഇങ്ങ് എഴുന്നേറ്റ് വാ. എന്താ ശ്രുതി ഇത്, ഈ ഒരാഴ്ചത്തേക്കല്ലേ, നമുക്ക് എങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യാം, നീ വാ എന്ന് പറയുമ്പോൾ നമ്മുടെ ശ്രുതി പറയുന്നുണ്ട്, ഏയ് അവിടെ AC ഇല്ല, കൊതുകടി അവിടെ എനിക്ക് തീരെ പറ്റത്തില്ലെന്ന് പറയുന്നുണ്ട്. നീ ഇങ്ങ് വാ ശ്രുതി എന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതിയുടെ കൈ പിടിച്ച് വലിക്കുന്നുണ്ട് ശ്രുതി. എന്നാൽ ഇതേ സമയം നമ്മുടെ രേവതി ഹാളിൽ എന്നത്തെയും പോലെ പായയും തലയണയൊക്കെ വിരിക്കുന്നുണ്ട്. ഇത് കണ്ട് വർഷ അങ്ങോട്ട് വരുന്നുണ്ട്. അല്ല എന്താ രേവതി ഇവിടെ, ചേച്ചി ഇവിടെയാണോ കിടക്കുന്നത്? ഇന്ന് റൂമിൽ കിടന്നോളാൻ പറഞ്ഞതല്ലേ? ഇത് കേട്ട് രേവതി പറയുന്നുണ്ട്, അതിന് അവർ പുറത്തേക്ക് ഇറങ്ങിയിട്ടില്ല, എങ്കിലല്ലേ ഞങ്ങൾ അവിടെ കിടക്കാൻ പറ്റത്തുള്ളൂ.
പെട്ടെന്ന് സച്ചി അങ്ങോട്ട് വന്നിട്ട് രേവതിയോട് ചോദിക്കുന്നുണ്ട്, എന്താ രേവതി, ഇന്ന് നമ്മൾ റൂമിലല്ലേ കിടക്കുന്നത്, നീ എന്തിനാ ഇവിടെ പായ വിരിക്കുന്നത്? അത് അവർ റൂമിൽ ഉറങ്ങിയെന്ന് തോന്നുന്നു, അതുകൊണ്ടാണെന്ന് രേവതി പറയുന്നുണ്ട്. ഉടനെ ദേഷ്യത്തോടെ സച്ചി സുധിയുടെ റൂമിനടുത്തേക്ക് ചെന്ന് ഡോറിൽ തട്ടിക്കൊണ്ട് വിളിക്കുന്നുണ്ട്. എടാ സുധി, തുറക്കടാ സുധി എന്ന് പറയുന്നുണ്ട്. ഇത് കേട്ടിട്ട് സുധിയോട് പറയുന്നുണ്ട്, കേട്ടില്ലേ, നിങ്ങളുടെ ചേട്ടൻ അട്ടഹസിക്കാൻ തുടങ്ങി, ഇതുകൊണ്ടാ പെട്ടെന്ന് പോയി അവിടെ കിടന്ന് ഉറങ്ങാമെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഇങ്ങോട്ട് വാ എന്ന് പറയുന്നുണ്ട്. എന്നാൽ രേവതി സച്ചിയോട് പറയുന്നുണ്ട്, ഏയ് വേണ്ട സച്ചിയേട്ട, വേണ്ട സച്ചിയേട്ട, നമുക്ക് അങ്ങോട്ട് പോവാം, ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞ് കൈ പിടിച്ച് വലിക്കുന്നുണ്ട്. പെട്ടെന്ന് തന്നെ നമ്മുടെ ശ്രുതി ഡോറ് തുറന്നിട്ട് ചോദിക്കുന്നുണ്ട്, എന്തിനാ ഇങ്ങനെ ബഹളം വെക്കുന്നത്, ഞങ്ങൾ റെഡിയായിട്ട് വരുന്നുണ്ടല്ലോ എന്ന് പറയുമ്പോൾ സച്ചി ചോദിക്കുന്നുണ്ട്, എന്താ റെഡിയായിട്ട് വരാൻ, നിങ്ങൾ സിനിമക്കൊന്നല്ലല്ലോ പോകുന്നതെന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ട് നമ്മുടെ ശ്രുതി പറയുന്നുണ്ട്, കേട്ടോ അച്ഛ, ഈ സച്ചി പറയുന്നത്